ഹലോ. ഹലോ. ആ ലിയാഖത്തലിയാ? അതെ. ആ, എവിടെയാ നിങ്ങളെ സ്ഥലം? ഇതാരാണ് വിളിക്കുന്നത്? ഇത് മീനങ്ങാടിന്നാ, ബഷീർ. മീനങ്ങാടിന്ന് ബഷീർ. പറഞ്ഞോളി. ആ, ഞാൻ മണ്ണാർക്കാട്ടുകാരനാണ്. മണ്ണാർക്കാട്. ആയിക്കോട്ടെ. എന്തേ വിളിച്ചേ? നിങ്ങളെ പ്രഭാഷണം കേട്ടു, നിങ്ങളെ സംസാരം ഞാൻ കേട്ടു. ഇഷ്ടപ്പെട്ടോ? കുറച്ച് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടണല്ലോ, ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ വിളിക്കുന്നത്. അത് നന്നായി. എന്തായാലും ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ വിളിക്കുന്നത്. കുറെ സംശയം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ആ സംശയത്തിനുള്ളൊരു മറുപടി എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആയിക്കോട്ടെ, ശ്രമിച്ചോക്കി. ഒന്ന് ശ്രമിച്ചോളി. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് കാണുക? കാണണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞോളി, കേൾക്കാല്ലോ. അത് പറ്റില്ല, നേരിട്ട് വേണം, അല്ലാണ്ട് പറ്റില്ല. അങ്ങനെയൊക്കെ സമയം കിട്ടുമോ? എനിക്കോ പിന്നെ എന്താ, കാര്യത്തിന് നമ്മൾ സമയം ഉണ്ടാക്കലാണല്ലോ. സമയമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളേ. ഒരു ബേസിക് ആയിട്ട് ഒരു ലൈൻ പറഞ്ഞ ശീലമുള്ളൂ. നേരിട്ട് പറയണോ? നമ്മളിപ്പോ ഒരു മീറ്റിംഗിലേക്കൊക്കെ പോണോ പോണ്ടേന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മളൊരു ഔട്ട്ലൈൻ സംസാരിച്ച് നോക്കിയാലേ ഇപ്പൊ അറിയുള്ളൂ. അതിന് മാത്രമൊക്കെ നമ്മള് സംസാരിക്കാനുള്ള വിഷയങ്ങളും പറയുമ്പോ നേർക്ക് നേരെ ആയിരിക്കണം, അപ്പോഴേ അതിന്റെ ഒരു ഇതുള്ളൂ. ഇപ്പൊ നമ്മള് നേരിലല്ലേ സംസാരിക്കണം, നേർക്ക് നേരെ വേണം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് എന്ത് തരം സംശയമാണ്, അതൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കാനും മാത്രമുള്ള ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയണ്ടേ. എന്നാലും ഇപ്പൊ നമ്മളതിന്റെ സമയം മെനക്കെടുത്തിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് റസൂലിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉള്ളതേ. എനിക്ക് കുറെ സംശയം. എനിക്ക് സംശയങ്ങളൊന്നുമില്ല. അല്ല, എനിക്കാ സംശയം, നിങ്ങൾക്കാ സംശയം? എനിക്ക് സംശയമില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. നിങ്ങളുമായിട്ട് നേരിട്ട് ഇരുന്ന് തീർക്കാൻ കഴിയുന്ന സംശയങ്ങളൊന്നും എനിക്കില്ല. നിങ്ങളുമായിട്ട് നേരിട്ട് ഇരുന്നിട്ടേ തീർക്കേണ്ടതും മാത്രം വലിയ സംശയങ്ങൾ എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അറിയാം നിങ്ങൾക്കില്ല. എന്നാ പിന്നെ പോട്ടെ. അല്ല, ഞാൻ സംശയത്തിന്റെ പുറത്തല്ല സംസാരിക്കണട്ടോ. അല്ലല്ലേ? അല്ലല്ല, നമ്മൾ ചില ബോധ്യങ്ങളുടെയും ഉറപ്പുകളുടെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കാണ്. നമ്മൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതാ പറഞ്ഞ. അപ്പൊ നമ്മൾ വെറുതെ നമ്മൾ തമ്മിൽ നേരിട്ട് കാണാനും മാത്രം സംശയം. എങ്ങനെ? അല്ല, നിങ്ങൾ പെണ്ണുങ്ങളോട് സംസാരിച്ചപ്പോഴേ അത് ഏതാണ് ചോദിച്ച ഒരു കാര്യത്തില് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു. എന്താ കാര്യം നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് ചോദിക്കാൻ നോക്കാം. അത് വേണ്ട, നേരിട്ട് ഞാൻ എന്താണ് നേരിട്ടേ പറയൂ, അല്ലാതെ പറയില്ല. ശരി. നേരിട്ട് നിങ്ങൾ അറിവില്ലാത്ത ആളാണെന്നും പറയുന്നു. നമ്മൾ നേരിട്ട് എന്റെ സംശയം തീർക്കാൻ പറ്റുന്ന എനിക്ക് എന്തായാലും ഇല്ല. അപ്പൊ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടിലുള്ള ഒരു അറിവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോളി, അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അത് വേണ്ട, അങ്ങനെ പറയില്ല. എന്തായാലും എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം, ആളെ കണ്ട് സംസാരിക്കണം, അതേ എനിക്ക് പറ്റുള്ളൂ. അത് പെട്ടെന്ന് നടക്കും തോന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും പരിപാടിയൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാൻ അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് അങ്ങനെ ഒരു അത്യാവശ്യം തോന്നണില്ല. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ഇരിക്കാനും മാത്രം സമയം സ്പെൻഡ് ചെയ്യാനും മാത്രമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന് അറിയണമെങ്കിൽ നമ്മളൊന്ന് ബേസിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ, എന്നാലും ഇപ്പൊ അറിയുള്ളൂ എന്തിനെ കുറിച്ചാണ്, എന്താണ് വാദം, എന്താണ് എന്റെ സംശയമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് കിട്ടിയാലല്ലോ. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്: റസൂലിനെ കുടുംബത്തിനെക്കാട്ടിയും ഭർത്താവിനെക്കാട്ടിയും ഒക്കെ വിശ്വാസം, അതായത് സ്നേഹം, പ്രേമം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, പ്രേമം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിലുള്ള ഒരു പറയാനാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ആയിക്കോട്ടെ, നിങ്ങളെ വിശ്വാസം അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് എതിരില്ല, ഞാൻ നിങ്ങളെ എതിർക്കല്ല. അതിലെന്താണ് അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഇടയിലുണ്ട്. ശരി, എന്നിട്ട് അതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു അല്പത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നേതാവ് എന്തായാലും അങ്ങനെ പറയൂല. ഏത് നേതാവ് പറയൂല. പറഞ്ഞിട്ട് നേതാവ് പറഞ്ഞു എവിടെയാ പറയുന്നത്? മുഹമ്മദ് നബി പറഞ്ഞു എന്നാണല്ലോ പറയണേ. ആര് പറഞ്ഞു? ഹദീസിലുള്ളതാണ്. ഏത് ഹദീസില്? നിങ്ങൾ ഹദീസ് തള്ളുക. ഏത് ഹദീസിലാണെന്ന് പറയും. നിങ്ങൾ എല്ലാരേക്കാളും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേതാവ് പറഞ്ഞു എന്നല്ലേ പറയുന്നത്? ഞാൻ പറയുന്നു അള്ള പറഞ്ഞു എന്ന് പറയണേ. ഞാൻ പറയുന്നു അള്ള പറഞ്ഞിക്കണെന്ന്. എന്ത്? മുഹമ്മദ് നബിനെ സ്നേഹിക്കണവരെ നിങ്ങൾ ആരും മുസ്ലിം ആവൂലെന്നോ? ആവൂലാന്ന്. അതാര് പറഞ്ഞാലും അല്പത്തരാണെന്ന്. അള്ള പറഞ്ഞാലും ആയത്ത് വായിച്ചോ, അള്ളാഹു പറഞ്ഞാലും അല്ലെങ്കിലും അത് അല്പത്തരാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താ അള്ളാഹു പറഞ്ഞ പിന്നെ എങ്ങനെ അല്പത്തരാണ്? ആര് പറഞ്ഞാലും അല്പത്തരാണ്. നിങ്ങൾ ഖുർആൻ വെച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ച 12 കല്യാണം കഴിക്കാൻ നിങ്ങളെ ഭർത്താവ് ചെയ്താൽ ഇഷ്ടമാവോ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ട്. ഉണ്ടോ?
നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവും. ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞാണ്, അല്ലാതെ ഹദീസ് പറയണതല്ല. റസൂലിനെ സ്നേഹിക്കാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റസൂലിനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. മലക്കുകളോടും പറയുന്നുണ്ട്. ആയിക്കോട്ടെ. മലക്കുകളോടും പറയുന്നുണ്ട്. ഇതൊക്കെ നബി പറഞ്ഞല്ലേ? നബി പറഞ്ഞ ഖുർആൻ ആയത്താണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ ആയത്തൊക്കെ നബി പറഞ്ഞല്ലേ? നബി എന്നല്ലേ കാര്യം. നബി അല്ലേ ഇതൊക്കെ പറഞ്ഞത്? നബി അല്ലേ പറഞ്ഞു. പിന്നെ നിങ്ങൾ ചോദിക്കുമല്ലോ അങ്ങനെ തന്നെ. പിന്നെ നബി അല്ലാണ്ട് ഖുർആൻ വേറെ ആരാ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? അതാ പറഞ്ഞത്. ഖുർആൻ എന്ന പേരില് അള്ളാഹു പറയുന്നു എന്നുള്ള പേരില് മുഹമ്മദ് നബി നിങ്ങൾ പറഞ്ഞ ഒരു വാചകം ഖുർആനില് റസൂല് 12 പെണ്ണെട്ടിണ്ട്, നിങ്ങളെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമാണോ എന്നാണ് നിങ്ങളെ ചോദ്യം. 12 പെണ്ണെട്ടണത് ഖുർആനിലുണ്ട്. നിങ്ങളെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നത് താല്പര്യമാണ്. 12 ഒന്നല്ല, ഒന്നിലധികം കല്യാണം കഴിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആയിക്കോട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല. 11 പെണ്ണെട്ടിയത് എനിക്കറിയാം. 11 പെണ്ണെട്ടിണ്ട്. ആര്? റസൂല്. 12 ഇല്ലേ? മരിയത്തിൽ കിട്ടിയ ഭാര്യയല്ല. നിങ്ങളെ ചോദ്യമാണ് കേട്ടതാ. ഞാൻ നിങ്ങളെ മൊബൈലിൽ കേട്ടതാ, വേറൊന്നല്ല. എന്റെ സംഭവം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ആദർശം, ഒരു ആശയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രക്തബന്ധത്തിനേക്കാളും മികച്ച ഒരു സ്ഥാനം ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും കൊടുക്കണം എന്ന് പറയുന്നതും, നിങ്ങളെ മാത്രം ഇപ്പൊ ചെറിയ നമ്മളെ കുട്ടികളോടും നമ്മളെ ഭാര്യനോടും ഉള്ളതിനേക്കാളും സ്നേഹം നിങ്ങളെ ആദർശത്തിലെ നേതാവിനോട് ഉണ്ടാവണം എന്ന് പറയുന്നത് ആ നേതാവിന്റെ അല്പത്തരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആര് പറഞ്ഞാലും തെറ്റില്ല. നേതാവിന്റെ അല്പത്തായിക്കോട്ടെ, അതിന് തെറ്റില്ല. അതാ പറഞ്ഞത്. അതില് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ കാര്യമില്ലല്ലോ. നേതാക്കൾ, അതാണ് ഞാനും പറഞ്ഞത്. നേതാവ് പറഞ്ഞാലും അത് നേതാവ് പറഞ്ഞാലും അള്ള പറഞ്ഞാലും ദൈവത്തിനെ സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ദൈവവിശ്വാസികൾക്കെങ്കിലും അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. ഇതങ്ങനെയല്ല. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ അതിനൊരു വഴി വേണ്ടേ? എന്താ വഴി? ദൈവത്തിനെ സ്നേഹിക്കാൻ വയനാട്ടിലേക്ക് വരണമെങ്കിൽ റോഡ് വേണ്ടേ? റോഡ് ഉണ്ട്. അതിന് നിങ്ങൾ വയനാട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ നിങ്ങൾക്ക് റോഡ് വേണോ ഇങ്ങോട്ട് വരാൻ? അതൊക്കെ നമ്മളെ പരിമിതിയല്ലേ. ഒരു വഴി വേണോ? നടക്കാൻ നിങ്ങൾക്ക് ഒരു വഴി വേണം. വഴിയൊന്നും വേണ്ട. ഇപ്പൊ ഒരു ചെറിയ ഹെലികോപ്റ്റർ കിട്ടിയാലും വരാലോ. ഹെലികോപ്റ്റർ ആയിക്കോട്ടെ. ഹെലികോപ്റ്റർ ആണെങ്കിൽ അങ്ങനെ സാധനം വേണോ? വേണമല്ലോ. എന്തെങ്കിലും സാധനം അല്ലാണ്ട് നിങ്ങൾ എത്തൂല. എത്തൂല. നമ്മളിപ്പോ വയനാടിനെ സ്നേഹിക്കണമെങ്കിൽ ആ ജീപ്പിനെ സ്നേഹിക്കണം എന്നാണ് അർത്ഥം. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ ചോദ്യത്തിനൊരു മറുപടി ഞാൻ പറഞ്ഞത്. എന്തറിയോ, നിങ്ങളിപ്പോ ഇങ്ങോട്ട് എത്തണം എന്ന് വെച്ചാല് നിങ്ങൾക്കൊരു വഴി ഇല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. പറ്റൂല. ആ വഴിനെ നമ്മൾ അവിടെ എത്തേണ്ട സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. മുഹമ്മദ് നബി ആ വഴിയാണ്. മുഹമ്മദ് നബി ഞാൻ ചോദിക്കണം. അപ്പൊ വയനാടിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയനാടിനെ സ്നേഹിക്കണം എങ്കിൽ ആ വയനാട്ടിലേക്ക് നമ്മൾ കയറി വരുന്ന ലാംബ്ര സ്കൂട്ടറിനെ ഓട്ടോറിക്ഷനെ സ്നേഹിക്കണം എന്നാണ് നിങ്ങൾ പറയണേ. ആ ഓട്ടോറിനെ സ്നേഹിക്കാണ്ട് ഓട്ടോറിക്ഷ ഇവിടെ എത്തൂലല്ലോ. എല്ലാത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് പറ്റുമോ? അതിന് എല്ലാത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് അതാ ചോദ്യം. പോയിന്റ്. അതെ. അപ്പൊ ഓരോന്നിനും അതിന്റേതായ സ്നേഹം അതിന്റെയോട് വേണമെന്ന്. എന്ത് സാധനമായാലും അതിനെ സ്നേഹിച്ചാൽ മാത്രമേ അതിനോട് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മൊബൈലിൽ കൂടെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും. ഞങ്ങളോട് ഒരു ചിന്താ പരീക്ഷണം നടത്താം. നിങ്ങൾക്ക് മക്കളുണ്ടോ? ഉണ്ടല്ലോ. എത്ര മക്കളുണ്ട്? 2 പേരുണ്ട്. നിങ്ങൾ 2 മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ പറയാണ്, നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായാലും എന്തൊക്കെ ആയാലും ഓലേക്കാളൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ മക്കളാവൂല നിങ്ങൾ പറയും. ഓലേക്കാൾ നിങ്ങളെ മക്കളുണ്ടായി, നിങ്ങളെ മക്കളോട് നിങ്ങൾ പറയാണ്, നിങ്ങൾ ഇനി കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും കുട്ടിയും കുടുംബം ഉണ്ടായാലും പേരക്കുട്ടി ഉണ്ടായാലും ഓലേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ ഇന്നെ സ്നേഹിക്കുന്ന കാലത്തോളം മാത്രമേ നിങ്ങൾ എന്റെ യഥാർത്ഥ മക്കളാവുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയും. അങ്ങനെ തന്നെയാണല്ലോ. അത് അത് പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അത് ജന്മം അവരുണ്ടായിട്ടല്ലേ ഇതുണ്ടായത്. പറ്റി പറയാനുണ്ടോ? പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്. അത് വിളിച്ചു പറയേണ്ട കാര്യമല്ല, അത് സ്വയം ഉണ്ടാവേണ്ടതാണ്. അത് വിളിച്ചു പറയുന്നില്ലല്ലോ. ആരാ പറയുന്നത്? നബി ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് തന്നതിന് തള്ളനെ അടിച്ചോടിക്കുന്ന കാര്യം. അല്ല, അത് നബി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞതായിട്ട് ഹദീസ് ഉണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ഏതിനോളം? നിങ്ങളെ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും ഒക്കെ നിങ്ങൾ എന്നെ സ്നേഹിക്കണ വരെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവൂല എന്ന് പറയണത് അല്പത്തരാണ്. അതേ. അതിപ്പോ നിങ്ങൾ വേറെ ബാങ്ക് കേട്ടിക്കണോ? അതേ ഞാൻ പറഞ്ഞിട്ടുള്ളേ.
ആയിക്കോട്ടെ. നിങ്ങൾ ബാങ്ക് കേട്ടിക്കണോ? ആ കേട്ടു. കേട്ടിട്ടുണ്ടോ? അതിലെന്താ പറയണേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ പിന്നെ നിങ്ങളെ ഭാഗം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. എന്താ കേൾക്കണ്ട അറിയും? അല്ല അതില് മൂന്നാമത്തെ എന്താ പറയുന്നേ? എന്താണ്? ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് നാലാമത്തെ അല്ലേ? പിന്നെ മൂന്നാമത്തെ പറയും മുത്തേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണോ? അതെ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ ഇടയിൽ അത് പറയേണ്ട കാര്യം എന്താ പിന്നെ? അതല്ലേ പറഞ്ഞത്, അല്പത്തരം അതല്ലേ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അല്പത്തരം എന്തിനാ മുത്ത ഈ കേൾക്കണെന്ന് ഞാൻ അനക്കത് അറിയാ. ഈ അത് കേൾക്കുന്നുണ്ട് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഈ അത് കേൾക്കണേ? നിങ്ങൾ കോളാമ്പി കെട്ടി വിളിച്ചു പറഞ്ഞ ആരായാലും കേട്ടുപോലെ തന്നെ. ആ ചെവിയിലേക്ക് പഞ്ഞിച്ചോളെ. അതാണ് നിങ്ങളെ ജനാധിപത്യ ബോധം തന്നെ. അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. നിങ്ങളെ വീടിന്റെ 4 ഭാഗം കോളാമ്പി കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇങ്ങനെ കേൾപ്പിച്ചോണ്ടിരുന്നിട്ട് അല്ല അതിനോട് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങള് പഞ്ഞു വെച്ചാളി നിങ്ങളോട് പറയേണ്ടത്. അല്ല ആയിക്കോട്ടെ, ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളടുത്ത്. നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ അയലോക്കത്തെ ചെങ്ങായി പറയണം, നിങ്ങൾ അത് കേട്ട് നിക്കുവോ? നിങ്ങളെ കേട്ട് നിക്കുവോ? ഇല്ല, നിക്കൂല. നിങ്ങളെ അയലോക്കത്തെ ചെങ്ങായി കള്ളു കുടിച്ചിട്ടോ അല്ലെ കഞ്ചാവ് വലിച്ചിട്ടോ തെറി പറച്ച് വിളിച്ച് പറയാണ്, നിങ്ങളെ കേട്ട് നിക്കുവോ? ഇല്ല, നിക്കൂലല്ലോ. എന്തേ കാര്യം? എന്തിനാ നിക്കാൻ പാടില്ല? എന്താ അത് ഓൻ വിളിച്ചു പറഞ്ഞ എന്തിനാണ്? ഓൻ വിളിച്ചു പറഞ്ഞ നിങ്ങളെ പോലത്തെ ആൾക്കാർ കേൾക്കാനല്ലേ? അത് ശരി. അപ്പൊ വിളിച്ചു പറയാ വിളിച്ചു പറയുന്നത്. നിങ്ങളെന്താ പ്രശ്നം അറിയോ? നിങ്ങൾക്ക് എന്തോ ഒരു ആവേശം കയറിയതാണ്. സാറില്ല തന്നെ. എനിക്ക് ഇതിനെ കുറിച്ച് അത്ര കാര്യമായ ഗ്രാഹ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ അതില്ലാത്ത പോലെ എന്നോട് അഭിനയിക്കാണ്. വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അതാ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. കാര്യമാക്കണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ കുഴപ്പമില്ല. ഞാൻ നിങ്ങളിതൊന്ന് കേട്ടപ്പോ എനിക്ക് നിങ്ങളെ നേരിട്ടത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. നേരിട്ട് കണ്ടാലും ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുള്ളത്. അതൊന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വേറെ തന്നെ ചോദിച്ചറിയണ്ട. അതൊക്കെ നിങ്ങൾ ചോദിച്ചോളി, നമുക്ക് അങ്ങനെ മറയൊന്നുമില്ല. ധൈര്യമായിട്ട് ചോദിച്ചോളി. എനിക്ക് മറണ്ട്, എനിക്ക് അറിവില്ലാത്തോണ്ട് എനിക്ക് മറണ്ട്. അതല്ലേ പ്രശ്നം. അപ്പൊ അറിവില്ലെങ്കിൽ നമ്മള് പിന്നെ സംശയം തീർത്തു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കല്ലേ ചെയ്യാം. അല്ല പഠിക്കല്ല, നിങ്ങളടുത്ത് കുറച്ച് പഠിക്കാനുണ്ട് എനിക്ക്. അത് നിങ്ങൾ ചോദിച്ചോളാം, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയണാണെങ്കിൽ പറഞ്ഞുതരാം, എനിക്ക് അറിയാത്താണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയാം. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. ഒരാൾ കൊടുക്കാം.